നന്ദു ചേരുന്നുണ്ട്. നന്ദു, കഴിഞ്ഞ ദിവസമൊക്കെ യുവമോർച്ചയുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ നിങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു. അപ്പോഴേക്ക് അടിച്ചമർത്തലൊക്കെ ഉണ്ടായി. നോക്കൂ, മണ്ണിന് പിന്നാലെ ഇപ്പോൾ പുല്ല് തിന്നേണ്ട ഗതികേടിലാണ് കേരളത്തിൽ. കഷ്ടപ്പെട്ട് ഉറക്കമിളച്ചിരുന്ന് പഠിച്ചുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയവർ. എങ്ങനെയാണ് കേരളത്തിന്റെ ഈ ദയനീയ അവസ്ഥയെ താങ്കൾ നോക്കിക്കാണുന്നത്? കേരളത്തിലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്തതുപോലെ കഷ്ടപ്പെട്ട് പഠിക്കുകയോ മാന്യമായി റാങ്ക് ലിസ്റ്റിൽ വരികയോ മാത്രം ചെയ്താൽ പോരാ. കേരളത്തിലൊരു ജോലി, സർക്കാർ ജോലി കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാരുടെ പെട്ടി തൂക്കികളോ ഏതെങ്കിലും പാർട്ടിയുടെ സഹയാത്രികരോ ആവണം. അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ മണ്ണ് വാരിയും പുല്ല് തിന്നും അതുപോലെ മുട്ടിലിഴഞ്ഞും മാത്രമേ കേരളത്തിലൊരു സാധാരണക്കാരന്റെ മകനോ മകൾക്കോ സർക്കാർ ജോലി ലഭ്യമാവുകയുള്ളൂ എന്നൊരു അവസ്ഥയിലേക്ക് കേരളത്തിലെ ഇടത് വലത് മുന്നണികളുടെ 70 വർഷത്തെ ഭരണം കൊണ്ടുവന്ന് എത്തിച്ചു എന്നുള്ള ഒരു വലിയ ദുർഗതിയിലാണ് ഇന്ന് കേരളത്തിലെ യുവാക്കൾ മുന്നോട്ട് പോകുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെയും അതുപോലെ തന്നെ മെനഞ്ഞാന്നുമൊക്കെ യുവമോർച്ചയുടെ വലിയ സമരങ്ങൾ നടന്നു. ഇന്നും ഞാനിപ്പോ ഉള്ളത് യുവമോർച്ചയുടെ ഒരു സമരവേദിയിൽ തന്നെയാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് ഇന്ന് യുവമോർച്ചയുടെ സമരം നടക്കാൻ പോകുന്ന, സമരം തുടങ്ങുന്ന വേദിയിലാണ് ഞാൻ ഉള്ളത്. അപ്പോൾ കേരളത്തിൽ സമാനതകളില്ലാത്ത യുവജന വഞ്ചന നടക്കുമ്പോൾ, കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലവും അതുപോലെ തന്നെ അതിനുശേഷം ഭരണം മാറിയതിനു ശേഷവും ഇത്തരത്തിൽ സമാനതകളില്ലാതെ യുവജന വഞ്ചന നടക്കുമ്പോൾ കേരളത്തിലെ 2 പ്രമുഖമായിട്ടുള്ള യുവജന സംഘടനകൾ ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും എവിടെയാണെന്ന് അറിയാൻ കേരളത്തിലെ യുവാക്കൾക്ക് താല്പര്യമുണ്ട്. ഇവർ രണ്ടുപേരും മരണപ്പെട്ടോ എന്ന് കേരളത്തിലെ യുവാക്കൾ ചോദിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത്രയും ദിവസം വലിയ രീതിയിൽ കേരളത്തിനകത്ത് ഈ യുവജന പ്രതിഷേധം ഉണ്ടായിട്ടും കേരളത്തിലെ തെരുവിൽ, സെക്രട്ടേറിയറ്റിന്റെ തെരുവോരങ്ങളിൽ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ, ഉദ്യോഗാർത്ഥികൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചട്ടുകമാവാതെ അവർ സ്വതന്ത്രമായി നടത്തുന്ന ഒരു സമരത്തെ പോലും കാണാൻ കണ്ണില്ലാത്തവരായി കേരളത്തിലെ ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും അധപ്പതിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു കാര്യം വളരെ കൃത്യമായി പറയുന്നു: കേരളത്തിൽ സമാനതകളില്ലാത്ത യുവജന പോരാട്ടത്തിന് വി.ഡി. സതീശൻ കാഴ്ചക്കാരനായി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകും. ഒരു കാരണവശാലും ഈ മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും നിയമനം ലഭിക്കുന്നത് വരെ ഒരു കാരണവശാലും ഈ സമര രംഗത്ത് നിന്ന് യുവമോർച്ച പിന്നോട്ട് പോകില്ല. യുവമോർച്ചയുടെ അവസാനത്തെ പ്രവർത്തകന്റെ ചോരയും കേരളത്തിലെ തെരുവീതികളിൽ വീഴുന്നത് വരെ അവർക്കൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഉറച്ച നിലപാടിലാണ് യുവമോർച്ച മുന്നോട്ട് പോകുന്നത്.